വന്നിട്ട് കാണാട്ടാ. എന്താണ് കണ്ണടച്ച് സ്മെല്ല് ചെയ്യരുതേ. എന്തെങ്കിലും ക്ലൂ പറ. മതി മതി മതി. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് ഫുൾ ഇങ്ങനെ വീഡിയോ എടുക്കാട്ടാ. ഓക്കെ, മോനെ എന്റെ പ്ലേറ്റില് കാരണം എന്താ ഒരാളുടെ കറച്ചിൽ കേൾക്കാം. ജസ്റ്റ് ഇഗ്നോർ. ഇതെല്ലാം കൂടി കൂട്ടി ആരവാ ഇത്ര നേരം കഴിച്ചോണ്ടിരുന്നാട്ടാ. ഗുഡ് ഗേളാ. ഞാൻ കൊടുത്താൽ കഴിക്കും, ആര് കൊടുത്താലും കഴിക്കും. ഡീന ചേച്ചിയുടെ സ്പെഷ്യൽ ഹെൽത്തി ബോൾ. ഒരു സഞ്ചി, ഒരു ബാഗ് പ്രിപ്പയർ ആയിട്ട് കുറെ നേരം ഇരിക്കണേ. ഇന്ന് അവിടെയാണ് സ്ലീപ്പ് ഓവറാണ് പിള്ളേർക്ക്. സ്ലീപ്പ് ഓവർ ചേട്ടങ്ങളാ. ഇന്ന് ചേട്ടായിന് മൈൻഡ് ചെയ്യില്ല. അപ്പൊ എത്രയും വേഗം വീട്ടിൽ പോയാൽ മതി. അവർക്ക് തപ്പിന് ഒരു മൈൻഡ് ഇല്ല. സാരില്ല, കുഴപ്പമില്ല. ടാറ്റ. ഓക്കെ, പൊക്ക. എൻജോയ്. എന്തായാലും ഇന്നത്തെ ഡേ ഫുള്ള് എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ. എന്നാലാണ് നമുക്ക് എടുക്കാന്ന് പോലെ. എനിക്കും പേഴ്സണലി ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായി. നമ്മളപ്പോൾ വീട്ടിൽ വന്ന് ഫ്രഷായി. ഇനി നമ്മൾ പുറത്ത് വേണം ചുമ്മാ ഷോപ്പിംഗ് കം. പിന്നെ നമ്മൾ ബർത്ത്ഡേ പരിപാടിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് ഡ്രസ്സ് മെറ്റീരിയലൊക്കെ നോക്കണം. അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. ആൻഡ് അയ്യോ ആ ഫാസ്റ്റ് കൊടുത്തോ, വെള്ളം എടുത്തോ. വെള്ളം വെച്ചോ, ഇടയ്ക്ക് കുടിക്കേണ്ടതെന്നാലോ. പിന്നെ നമുക്ക് എന്താ വേറെ എന്തൊക്കെയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. സലാല ഗിഫ്റ്റ് മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലും ക്യൂട്ട് ഐറ്റംസ്, ക്യൂട്ടല്ല നമുക്ക് ആവശ്യം എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ചേട്ടായി പിന്നെ ഡീൻ ചേച്ചിയും ഭാവിയുണ്ട്. പിള്ളേർ കിച്ചൻ ബിരിമിന് ഓൾറെഡി തപ്പൻ്റെ വീട്ടിൽ പോയി. നമ്മൾ മാത്രമേ ഉള്ളൂ. സോ ലെറ്റ്സ് ഗോ ഫോർ ഷോപ്പിംഗ്. ഓക്കെ ചേട്ടായി? ഓക്കെ ഒന്നും പറയാനില്ല. ഇന്നത്തെ ഡേ എങ്ങനെയുണ്ടായിരുന്നു? എന്തുകൊണ്ട് അല്ല ഇത്ര നേരം പൊന്നുവിനെ കാണാതിരുന്നോണ്ട് ഹായ് അമ്ന. Is there any problem? Do you come in video? Hi, this is my friend in Salala. And me, Amna. Okay. I'm taking a vlog, day in my life. Okay. Bye. See you. Good night. Good night. Guys. Hi കുഞ്ഞി. അങ്ങനെ തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പൊ വരുന്നോ? അങ്ങനെ അപ്പൊ പിന്നെ വേണ്ട, കൊടുക്കണ്ട. അപ്പൊ നമ്മള് ഫുഡ് കൊടുക്കാൻ പാടില്ല അല്ലേ? അതല്ലേ? ഓക്കെ. അപ്പൊ പിന്നെ അവിടെ തിരിയണം. ഇനി ഡ്രസ് ഒക്കെ നോക്കട്ടെ. ഡീനേച്ചി ഇപ്പൊ എല്ലാരും ഇങ്ങനത്തെ മോഡല് മീൻസ് എന്തൊക്കെയാണ്, കമ്മല്, മാലയൊക്കെ ഇങ്ങനെ ഇൻവിസിബിൾ മാല, ലോട്ടസ് ഒക്കെ വരാണ്ട് ഇവിടെ ഇതൊക്കെ ഉണ്ട്. നമ്മളിത് കാര്യമായി അത് സിമ്പിൾ. ഓണത്തിന് പറ്റത്തില്ല. പറ്റുമോ? ഇത് ഞാൻ എവിടെ തന്നെ കൊടുത്തു. കുറച്ച് ഹെവി പിടിച്ചാലോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് ഗായ്സ്. പക്ഷെ ഹെവിയൊക്കെ ഇത്തിരി വെറൈറ്റി ആയിരിക്കും. ഇവിടെ വീഡിയോ എടുക്കുന്നതിനോട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഷോപ്പിൽ വന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വന്നപ്പോൾ നമുക്ക് കണ്ടത് കണ്ണിലുടക്കിയത് ഓണം കളക്ഷൻസാണ്. കൊള്ളാം. ഇതൊക്കെ ഇവർ തന്നെ പ്രിൻ്റ് എടുക്കുന്നതാണ് കേട്ടോ. മീൻസ് ചെയ്ത് എടുക്കുന്നതാണ്. ലോട്ടസ് അല്ല ഞാൻ കാണിച്ചു തന്നില്ല. കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാനിവിടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പുതുമ പോവും. അപ്പോൾ എന്തായാലും നമ്മൾ ഓണം സംഭവത്തിന് പിന്നീട് വരുന്നതായിരിക്കും. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനാണ് വന്നത്. ചിലതൊക്കെ നോക്കി. അപ്പോൾ നമ്മുടെ ഫാഷൻ ഡിസൈനറെ കൊണ്ട് എനിക്ക് നോക്കാനായിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇവിടെ കളക്ഷൻസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ പോയാലോ? അവിടെ തലയിട്ട് നോക്കി പോവാം. വാ. ഓക്കെ. ഇനി നമ്മൾ ചെറിയ കറക്കൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പോയി തരാം. അപ്പോൾ നമ്മൾ അവിടെ പോയി അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ സ്വന്തം ജെറിച്ചേട്ടൻ്റെ ദവാ ഫാർമസി. ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? 7 മാസമായിട്ടുള്ള തുടങ്ങിയിട്ട് സക്സസ്ഫുള്ളി കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഇനി ഞാൻ വന്നാരംഭിക്കേണ്ടതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ജെറിച്ചേട്ടൻ കാണുന്ന ആളെയല്ല, ആളൊരു ഡയറക്ടറാണ്. നമ്മുടെ ഷോർട്ട് ഫിലിം എസ്പെഷ്യലി ചേട്ടായിനെ കൊണ്ടൊക്കെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സ്കിറ്റ്, പിന്നെ എന്താ ചെയ്യാറ്? ഷോർട്ട് ഫിലിം സ്കിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് തട്ടിമുട്ടിയാണ് നമ്മുടെ ജെറിച്ചേട്ടൻ പോണത്. അടിപൊളിയാണ് ആളുടെ കാര്യങ്ങളും. സ്കിറ്റൊക്കെ വേറെ ലെവല്. അത്രയും എഫേർട്ട് ഇട്ടിട്ട് അത്രയും അടിപൊളിയായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. സൂപ്പറാണ്. ഞാൻ അടുത്ത പറഞ്ഞ് വരുന്നുണ്ട്. നമുക്കൊരു വൺ ഡേ പ്രോഗ്രാം വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ സ്കിറ്റൊക്കെ നിങ്ങളെ കാണിച്ച് തരാട്ടെ ഞാൻ. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ദവാ ഫാർമസിയുടെ ലൊക്കേഷൻ വരുന്നുണ്ട്. അത് പറഞ്ഞു കൊടുത്തോ. ദവാ ഫാർമസിയുടെ ലൊക്കേഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അൽബുത്താസ് ലൈനിലാണ്.
അപ്പോൾ ഏകദേശം 7-6 മാസത്തോളം ആയിട്ടുണ്ട്. ഫാത്തിമ ബിൽഡിംഗ് സൈഡിലുണ്ട്, ഭദ്രസമ്മയുടെ കുറച്ച് അടുത്താണ്. അപ്പോൾ നമുക്ക് മരുന്നുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വരിക, നമ്മൾ ആ രീതിയിലൊക്കെ നമുക്ക് തരുന്നതായിരിക്കും. ദവാ ഫാർമസി എന്നാണ് പേര്, ചെറുച്ചേട്ടൻ പേര്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പോവാം. ഇനി ഞങ്ങൾ പോവാം ചെറുച്ചേട്ടാ. സന്തോഷം, താങ്ക് യു. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, ഇനി അവിടെ എത്തിയിട്ട് കാണാം. വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് ഷോപ്പ്. സ്റ്റെപ്പ് ഡാറ്റ് ക്യാരി ബേബി കുഞ്ഞി ഞങ്ങളുടെ സ്ഥായി ഭാവം. നമ്മൾ കറക്റ്റ് താജ് അർഫിൻ്റെ വന്നേക്കാണ്. ഭയങ്കരமான ചർച്ച. നമ്മൾ ഭയങ്കരമായിട്ട് സെലക്ട് ചെയ്യണകൊണ്ടും നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഫാഷൻ ഡിസൈനറെ കൊണ്ടുവന്ന് പിന്നീട് എടുക്കാനാണ് തീരുമാനിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കി വയ്ക്കാം. കുഞ്ഞി എടുക്കണം, ഡീസൻ്റ് ആയിട്ടിരിക്കണം. എന്താ ശരി, സ്വന്തം ഇവിടെ ഒരു പൊന്നു ചേച്ചി എന്നിട്ട് നോക്കണില്ല അവള്. അവിടെ കണ്ട ബ്രൊമ്പൊമ്മേനെ കാണിച്ച് കളിക്കണം. ഇഷ്ടായ ഓക്കെ. എത്ര ചോദിച്ചു ദേ വലിക്കല്ലേ, പൈസ കൊടുക്കേണ്ടി വരുന്നു. ഓക്കെ കുഞ്ഞി, ഞങ്ങൾ ഷവർമ്മ കഴിക്കാൻ പോകാണ്ട ഗൈസ്. അതായത് നമ്മളെ രാത്രി ഷവർമ്മ കഴിച്ച് അവസാനിപ്പിക്കുകയാണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞിട്ടില്ല. നമ്മൾ സലാല ഗിഫ്റ്റ് മാർക്കറ്റിൽ പോയി പ്രവീൺ ചേട്ടൻ ജോയിൻ ചെയ്ത് ചിലപ്പോ വലിയ പറച്ചിലൊക്കെ ഉണ്ട്, നോക്കാം. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് മുടക്കായതുകൊണ്ട് ഹോളിഡേ ഉണ്ടാവായിരിക്കും. അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം. താജ് അലർഫിൽ പോയിട്ട് നമ്മൾ തുണി മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നോക്കി ഇനി പിന്നെ വന്നെടുക്കുന്നതായിരിക്കും. ഹലോ, ഓക്കെ, ഞാൻ ഇത് കഴിക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പോ എന്റെ കഴിക്കൽ നടക്കില്ല, ഇവർക്ക് കഴിച്ചു കഴിയും. അല്ലേ? ഇനി കൊച്ചിനും ദേവള് കഴിക്കണേ. ഓക്കെ, അപ്പൊ നമ്മള് കഴിക്കട്ടെ. എങ്ങനെയുണ്ട് ചേട്ടാ? കഴിച്ചിട്ടാ ഇവിടെ നമ്മൾ മതി. ഓക്കെ, നമ്മളപ്പ നമ്മുടെ അടുത്തൊരു ഷോപ്പിങ്ങിന് വന്നേക്കാണ്. ഷോപ്പിംഗ് എന്തെങ്കിലും ഐറ്റംസ് കിട്ടുമോ നോക്കാം നമുക്ക്. എല്ലാവരും കഴിഞ്ഞ് ഇവിടെ എത്ര മണി വരെ ഉണ്ടാവും നമുക്കറിയത്തില്ല. ഓൾറെഡി കഴിയാറായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചെറുതായിട്ട് നോക്കാം. ഫസ്റ്റ് എത്ര മണി വരെ ഉണ്ട് നോക്കാം. അതനുസരിച്ച് നമുക്ക് സ്പീഡിൽ ഷോപ്പ് ചെയ്യാം, ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അല്ലേ? ഡീനിന് പ്ലാൻ ഉണ്ടോ നോക്കാനായിട്ട്? ഇല്ല. ആദ്യം എത്ര മണി വരെ ഉണ്ടെന്ന് ചോദിക്കാം, ഓഫർ എത്ര ദിവസം വരെ ഉണ്ടെന്ന് ചോദിക്കാം, എന്നിട്ട് അങ്ങോട്ട് തുടങ്ങാം. അതെങ്ങനെയുണ്ട് ഐഡിയ? ഓക്കെ, അതെ, നമ്മളിതൊക്കെ കാണിക്കുമ്പോൾ എല്ലാവരും നോക്കും. നമ്മളിപ്പോ എടുത്തേക്കാണ്. അതെ, എല്ലാവരും ഇങ്ങനെയൊക്കെ കൊടുക്കണം. ഹെൻറി ചേട്ടൻ കൊടുത്തത് ഗിഫ്റ്റ് പ്രൈസ് ടാഗ് കളഞ്ഞിട്ട് പോലും ഉണ്ടായില്ലേ. കളയാണ്ടിരിക്കും എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് കണ്ടുപിടിച്ചു. ചേട്ടൻ നമുക്കിത് മേടിക്കാം. 500 പൈസ, 3 500 പൈസ നമുക്ക് എടുക്കാം. ചില്ലാണ്, പക്ഷെ അത് എയർ ടൈറ്റ് ആണ് കണ്ടെയ്നർ ഉണ്ടാവും. നോക്കി നോക്കാം, എന്നിട്ട് ഉറപ്പാക്കി എടുത്താൽ മതി. ഷോപ്പിംഗ് പുരോഗമിക്കുന്നു അവര് പറഞ്ഞ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഓൾറെഡി ഇത്തിരി ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചപ്പോൾ എല്ലാവരും കാണിക്കേണ്ടി വന്നു. അപ്പൊ സലാല പറയുന്നല്ലേ. അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചാണ്. ചെറിയ ഷോപ്പിംഗ് ആയിരുന്നു. ഇനി നമ്മൾ വീട്ടിൽ പോവാണ്. അക്രമാസക്തമാവുന്നത് കൊണ്ട് എത്രയും വേഗം തന്നെ വീട്ടിൽ പോകണം. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ വീണ്ടും വരാം. ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം കമന്റ് വഴി. എന്നാലാണ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. എങ്ങനത്തെ വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും പറയാം. പിന്നെ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് ഗുഡ് നൈറ്റ്. നമ്മുടെ ആ ഒരു വൈൻഡപ്പ് അവിടെ അവസാനിച്ചില്ല. വൈൻഡപ്പ് ഞാൻ ഓൾറെഡി എടുത്തായിരുന്നു, പക്ഷെ ലാസ്റ്റ് വീണ്ടും എടുക്കാം. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് എവിടേക്കാ? സർവത്തടിക്കാൻ പ്രവിചാരം ഭയങ്കര തരാം. അപ്പൊ ഞങ്ങൾ അതിനെ മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് കുടിക്കാൻ കടകളൊക്കെ അടച്ച് നമ്മളിത് ഇവിടെ കുലുക്കി സർബത്ത് കുടിക്കാൻ വന്നേക്കണേ. ദിസ് ഇസ് ദ ഐറ്റം. സോ നമുക്ക് ഇരിക്കൂ അല്ല, ഭയങ്കര തിരക്കാണല്ലേ അവര്. കുഞ്ഞി നമ്മൾ ഭയങ്കര ചർച്ച. കുലുക്കി സർബത്തിന് വെയിറ്റിംഗ്. കുഞ്ഞി മെനു നോക്കുന്നുണ്ട്. ഇതൊരു ഓർഡർ ഒന്നും വന്നിട്ടില്ല. ഭാഗ്യം ആണല്ലേ? അതെ, കുലുക്കി സർബത്തോ നാട്ടിലൊന്നും കിട്ടാൻ സാധനമല്ലേ? നാട്ടിലൊന്നും കിട്ടാൻ സാധനമല്ലേ? നാട്ടില് അതുകൊണ്ടാണ് കുലുക്കി സർബത്ത് തന്നെ നമ്മൾ ഓർഡർ ചെയ്തത്. സലാലക്കാർ കാണോട്ടോ വ്ളോഗ്. വരട്ടെ, വെയിറ്റിംഗ് ആണ്. നോക്കാം, ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം. ഇതാണ് നമ്മുടെ കുലുക്കി സർബത്ത്. ഒരാൾക്ക് കൊടുക്കാത്ത അപ്പൊ കുലുക്കി സർബത്ത് ചേട്ടായി പിടിച്ചാൽ ഞാൻ ട്രൈ ചെയ്യാം.
ഞാൻ ട്രൈ ചെയ്യട്ടെ. എങ്ങനെ ചെയ്യണ്ടോ? ഇളക്കണോ? അയ്യോ പോണത് ഞാൻ വരില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് കുലുക്കി സർബത്ത് ട്രൈ ചെയ്യണം. നാട്ടിൽ ചെയ്തില്ല. ഐസ് ഉണ്ട് പക്ഷെ എരിവ് കിട്ടല്ലോ. എരിവ് കിട്ടില്ല, എൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. കൊള്ളാം. ഒരു ചെറിയൊരു ടേസ്റ്റ്. ഞാൻ പറ